ഈ കഴിഞ്ഞ ദിവസമൊക്കെ ദൈവം സൂക്ഷിച്ചു. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കടന്നുപോയി. അവിടെ വഴിയാത്രയിൽ വാഹനയാത്ര ദൈവം സൂക്ഷിച്ചു. നമ്മളിൽ പലരും യാത്രകളിലായിരുന്നു. ബസ് യാത്രകളിലെ, ബൈക്ക് യാത്രകളിലെ, കാറുകളിലെ ഒക്കെ ആയിരുന്നവരുണ്ട്, ട്രെയിനിലായിരുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം സൂക്ഷിപ്പാനിടയായല്ലോ. പല ദേശങ്ങളിലും സ്റ്റേറ്റുകളിലും രാജ്യങ്ങളിലും ഉള്ളവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തോത്രം. സന്തോഷത്തോടെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഈ സംഗ്രഹത്തിലേക്ക് വേഗത്തിൽ വരാം. സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ വാക്യം. കർത്താവിൻ്റെ പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 135-ാമത്തെ സങ്കീർത്തനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. തുടർമാനമായി വായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളി ജാതികളുടെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുകൊണ്ട് കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ജാതികളുടെ വിഗ്രഹങ്ങൾ, അതായത് ജാതികളുടെ ദൈവം വെള്ളിയും പൊന്നും കൊണ്ട് നിർമ്മിതമാക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ മരം കൊണ്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. യെശയ്യാ പ്രവചന പുസ്തകം 44-ന്റെ 14-15 വാക്യങ്ങൾ. വായിക്കാനും എഴുതാനും അറിയാത്ത അമ്മച്ചിമാരുണ്ട്. അവർക്കൂടെ കേൾക്കാൻ കൂടെ നമുക്ക് അടുത്ത മീറ്റിങ്ങിൽ മൈക്കിൽ കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കും. സ്തോത്രം. അവിടെ വായിക്കുന്നതാണ്: അവർക്ക് അറിവുമില്ല, ബോധമില്ല. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ, എല്ലാവരും ഞാൻ പറയുന്നില്ല, നമ്മളിൽ പലരും ഈ വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും മരം കൊണ്ടുണ്ടാക്കിയ ദേവന്മാരെ ആരാധിച്ചൊരു കാലഘട്ടം ഇന്നും ഓർമ്മ വരുന്നു. സ്തോത്രം. എന്നാൽ സർവശക്തനായ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം ഒരുക്കിയത് ഓർത്ത് അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് വന്നവർ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജർണലിസ്റ്റ് അവരൊക്കെ അങ്ങനെ ആരാധിച്ചവരല്ല. ഇവിടുത്തെ പല കുഞ്ഞുങ്ങളും അങ്ങനെ ആരാധിക്കുന്നവരല്ല വിഗ്രഹത്തെ. ഇപ്പോൾ കൃപമോളൊന്നും അങ്ങനെ ആരാധിച്ചതല്ല. പക്ഷെ ഞാൻ അങ്ങനെ ആരാധിച്ചിട്ടുണ്ട്. കൃപയും സാനിയൊന്നും വിഗ്രഹത്തെ ആരാധിച്ചവരല്ല. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. എനിക്കിപ്പോഴും ഒന്നും ഓർമ്മയുണ്ട്. എൻ്റെ പേടി മാറാൻ വേണ്ടി പേടി മാറാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തുടർമാനം ഒരു മാസത്തോളം എനിക്ക് പേടി വന്നതെന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ 7 മണിക്കൊക്കെ ഉറങ്ങുന്ന സമയത്ത് സർപ്പം വന്ന് എൻ്റെ കാല് കുത്തുന്നതായിട്ട്, കടിക്കുന്നതായിട്ട് ഞാൻ കാണും. കണ്ണടച്ച് ഉടനെ ഞാൻ പുതപ്പെടുത്ത് നല്ലവണ്ണം അതിനെ പുതയ്ക്കും, ചുരുണ്ട് കിടക്കും. ഇത് 1 മാസം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിനടുത്തുള്ള രഘു എന്ന് പറഞ്ഞ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ പേടി വരുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. അപ്പോൾ രഘു അണ്ണൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊട്ടടുത്ത് പെരപ്പൻകോട് എന്ന് പറയും, അവിടെ പോയി ഒരു തിരി മേടിച്ച് കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. ഞാൻ പോയി, വലിയ ക്ഷേത്രമാണത്. തിരി കൊണ്ട് അകത്ത് കയറി. അവിടെ നല്ല ജനമാണ്. അവിടെ തിരിച്ച് ഞാൻ തൊഴുതിട്ട്, അപ്പോൾ അവർ നമുക്ക് താല്പര്യം വെള്ളമൊക്കെ പുണ്യവെള്ളം തരും, ചന്ദനം ഒക്കെ തരും. നമ്മൾ അന്നത്തെ 1-2 രൂപ അങ്ങോട്ട് ഇടും. തിരിഞ്ഞു വന്നപ്പോൾ ഞാനൊരു സർപ്പത്തെ കണ്ട് പേടിച്ചു. സർപ്പത്തിൻ്റെ പേടി മാറാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. സത്യത്തിൽ അത് ജീവനുള്ള സർപ്പമല്ലായിരുന്നു, തടി കൊണ്ടുണ്ടാക്കിയ സർപ്പം. അത് 4 കെട്ടിനകത്ത്. പക്ഷെ ഇത് ഞാൻ പോയ സമയത്ത് ഇത് കണ്ടില്ല. പോകുമ്പോൾ നമുക്ക് കാണാം, സമചതുരമുള്ള ഒരു തിട്ടയ്ക്കകത്ത് ഇത് സാധനം വെച്ചിരിക്കുക, തടി കൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പം. തൊഴുതിട്ട് തിരിഞ്ഞതും ഞാൻ ഈ സർപ്പത്തെ കാണുകയാണ്. ഞാൻ വല്ലാതെ വീണ്ടും പേടിച്ചു. സ്തോത്രം. ജീവനില്ലാത്ത ദൈവത്തെയൊക്കെ ആരാധിക്കാൻ അന്ന് നമുക്ക് അറിവില്ല. ഇവിടെ വാക്യനാണ്, അറിവുമില്ല, ഒരു ബോധവുമില്ല. സ്തോത്രം. ഇന്നുണ്ടാന്ന് വെച്ചാൽ ഇന്നും നമുക്കിങ്ങനെ അറിവും ബോധവും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. നിങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും
ദൈവികമായ അറിവുകളും ദൈവികമായ പരിജ്ഞാനങ്ങളും പഠിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും ഒക്കെ വന്നവരുണ്ട്. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ജീവനുള്ള മഹാദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചതിനായി എത്ര പേര് സ്തോത്രം ചെയ്യും? മോശ എന്ന് പറയുന്ന ഭക്തൻ വിളിച്ചു പറഞ്ഞിങ്ങനെയാണ് 90-ാമത്തെ സങ്കീർത്തനത്തിൽ, കർത്താവേ, നീ തലമുറ തലമുറ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പും നീ അനാദിയായും ശാശ്വതമായും ദൈവം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത, മറഞ്ഞു പോകാത്ത, മാഞ്ഞു പോകാത്ത നിത്യദൈവമായി, സത്യദൈവമായി, ഏകദൈവമായി, സാക്ഷാദൈവമായി, മഹാദൈവമായ ജീവനുള്ള ദൈവത്തെ, അൽഫയും ഒമേഗയും ഒടുക്കത്തവനും ആദി അന്തവുമായി ഇരിക്കുന്നവനും ഇരുന്നവനുമായ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച മാതാവേ, പിതാവേ, സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. സ്തോത്രം. ഈ ദൈവത്തിന് കണ്ണുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഏകദേശമുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. സ്തോത്രം. ഈ ദൈവത്തെ നമ്മളൊക്കെ അറിയുമ്പോൾ പലരും പറയാറുന്ന ഒരു വാക്യമാണ്, കുറച്ചും കൂടെ നേരത്തെ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ സന്തോഷം വലിയ അനുഗ്രഹം തന്നെയാണ്. ഈ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ഈ സ്നേഹത്തെ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നിങ്ങളങ്ങനെ പറയുന്നവരാണ്. ഇനിയും യേശുവിനെ കുറിച്ച് പറയുവാനുള്ള നമ്മുടെ ആയുസ് മുഴുവനും നമുക്ക് ദൈവം കൃപ തരട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ജീവനുള്ള ദൈവത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്മേലൊരു അഭിഷേകം പകരുവാനിടയാകും, ഒരു സന്തോഷം നമുക്ക് പകരുവാനിട. ഇന്നലെ ഞാൻ ഒരു അല്പസമയം ഒരു പ്രാർത്ഥനയ്ക്ക് സ്ഥലത്ത് പോയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, നമ്മൾ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട്, മറ്റ് കായിക സാംസ്കാരിക പ്രസംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഒത്തിരി കഥാപ്രസംഗമൊക്കെ ഉണ്ട്. അതൊക്കെ ആ സമയത്തിൽ നമുക്കൊരു എരിവുണ്ടെങ്കിലും കേൾക്കാം. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുടെ പ്രസംഗം കേട്ട രക്തം തിളയ്ക്കുമെന്നൊക്കെ പറയുന്ന സപ്പോസ് ശരി, അവരെ പഠിപ്പിക്കൽ എങ്ങനെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രോഗം മാറത്തില്ല. അവരുടെ പഠിപ്പിക്കൽ മറ്റൊന്നിലേക്ക് അവരുടെ പ്രസ്ഥാനത്തെ വളർത്താൻ കഴിയും. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം ആര് പ്രസംഗിച്ചാലും നമ്മുടെ നിരാശകൾ മാറുവാനിടയാകും, രോഗങ്ങൾ മാറുവാനിടയാകും, അസ്വസ്ഥതകൾ മാറുവാനിടയാകും, പിരിമുറുക്കങ്ങൾ മാറുവാനിടയാകും. പുതിയ വഴിയിലേക്ക്, പുതിയ അനുഗ്രഹത്തിലേക്ക്, പുതിയ നന്മയിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസംഗം എന്നെ നിന്നെ വഴി നടത്തുവാനിടയാകും. നാളുകളായി കെട്ടി ഒതുക്കിയ കെട്ടുകൾ പൊട്ടുവാനിടയാകും. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടാൽ അനേകർക്ക് നിത്യജീവൻ പ്രാപിപ്പാനിടയാകും, കെട്ടുകൾ പൊട്ടുവാനിടയാകും, നിരാശകൾ മാറുവാനിടയാകും, അസ്വസ്ഥതകൾ മാറുവാനിടയാകും, ബന്ധനം അഴിയാനിടയാകും. ഈ ലോകത്തിലെ പ്രസംഗം കേട്ടാൽ ഒരു പൈശാചിക ബന്ധനം അഴിയുന്ന, പക്ഷേ യേശുവിന്റെ പ്രസംഗം കേട്ടാൽ ബന്ധനം അഴിയുവാനിടയാകും, നിരാശ മാറുവാനിടയാകും, അസ്വസ്ഥത മാറുവാനിടയാകും, അന്ധകാരത്തിന്റെ കെട്ടുകൾ പൊട്ടുവാനിടയാകും. നിന്റെ സന്ധി മജ്ജകളിലും മാംസപേശികളിലും രക്തധമനികളിലും ആന്തരിക അവയവങ്ങളിലും ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം ഇറങ്ങി വരുവാനിടയാകും. ആ വചനം നിന്നെ ബലപ്പെടുത്തുവാനിടയാകും, ആ വചനം നിന്നെ ശക്തീകരിക്കുവാനിടയാകും, ആ വചനം നിന്നെ ആനന്ദത്തിലേക്ക് നടത്തുവാനിടയാകും. എല്ലാ പൈശാചിക കെട്ടുകളും പൊട്ടിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം. വർഷങ്ങൾ ഉത്സവറമ്പിനകത്ത് വേണ്ടി പോയിരുന്ന ആളാണ്. ബി അംബശുവിൻ്റെ കഥാപ്രസംഗം കേൾക്കുവാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ കഥാപ്രസംഗം, അതിൻ്റെ പാട്ട് തന്നെ ഭയങ്കര രസമാണ്. അതിവിടെ കേട്ടവർക്ക് പലരും ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര രസം, എത്ര മനോഹരമായ അതിൻ്റെ പാട്ടുകൾ തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം തന്നെ, അദ്ദേഹത്തിൻ്റെ ആ ഘാതികൻ്റെ കഥ പറച്ച് ഭയങ്കര രസം. പക്ഷേ എന്നാൽ അവിടെയൊക്കെ നമുക്ക് അപ്പോഴും മാത്രമേ സന്തോഷമുള്ളൂ. പക്ഷേ വീട്ടിൽ വരുമ്പോൾ വീണ്ടും നിരാശയാണ്. എന്നാൽ ഈ വചനം കേട്ടാൽ, യേശുവിൻ്റെ പ്രസംഗം കേട്ടാൽ, അത് കൺവെൻഷവേദിയാകട്ടെ, ഉണർവ് യോഗമാകട്ടെ, പവർ മീറ്റിംഗ് ആകട്ടെ, ഉപവാസമാകട്ടെ, വിശുദ്ധ ആരാധനയാകട്ടെ, കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, ദൈവത്തിൻ്റെ വചനം കേട്ടാൽ ഒരു വലിയ സന്തോഷം പ്രാപിപ്പാനിടയാകും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും സന്തോഷം പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ യേശു നിങ്ങൾക്ക് സന്തോഷം തരുവാനിടയാകും, യേശു നിങ്ങളെ രക്ഷിപ്പാനിടയാകും. സ്തോത്രം. നിരാശയോടെ പിന്നെ പോകേണ്ടി വരത്തില്ല, പ്രതീക്ഷയോടെ പോകാനിടയാകും, സന്തോഷത്തോടെ പോകാനിടയാകും. അപ്പോൾ നമ്മുടെ കർത്താവ് കണ്ണുള്ളവൻ. സ്തോത്രം. ഒരു വാക്യം വായിച്ച് ഞാൻ വേഗത്തിരിപ്പാൻ ആഗ്രഹിക്കുന്നു.
നമുക്കറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. സ്തോത്രം. നമ്മുടെ ചിന്താ വിഷയം ഇതാണ്. ജീവനില്ലാത്ത ദൈവങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ഈ ഭൂമിയിലെ ദൈവങ്ങൾ കോവിഡ് വന്നപ്പോൾ പറഞ്ഞത് ഇനി കുറച്ച് നാളത്തേക്ക് ആ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഒരു ദൈവം അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞു. പല ദൈവങ്ങളും അമേരിക്കയിലും പനി പിടിച്ച് വാദിച്ചു കിടക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് അനാച്ഛാദനമില്ല. ജീവനുള്ള ദൈവത്തിന് ഏത് നിമിഷവും പ്രാർത്ഥിക്കുവാൻ, കൃപാസനത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ ആരാധിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് ഏത് നിമിഷവും ആരാധിപ്പാൻ, നമ്മുടെ കലിലിയ കട്ടതകൾ പറയുവാൻ, വിഷമങ്ങൾ പറയുവാൻ, നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അരി കഴുകിയിടുമ്പോഴും കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ദൈവം വലിയവനാകയാ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കണ്ടു. അവിടെ വായിക്കുകയാണ്, ഇസ്രായേലിന്റെ കഷ്ടത ഞാൻ കാണുന്ന ദൈവം. സ്തോത്രം. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ സങ്കടം ഞാൻ അറിയുന്നു. 3 പോയിന്റുകളാണ്. 1, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടത കാണുന്ന ദൈവമാണ്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റോയ് പാസ്റ്ററിന്റെ ഹൃദയത്തിനകത്തുള്ള ഭാരം എനിക്ക് അറിയത്തില്ല, പക്ഷേ ദൈവത്തിനറിയാം. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവരുടെ ആയിരിക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയാം. പക്ഷെ നിങ്ങൾ ചിരിക്കുന്നുണ്ടവരെ കാണുമ്പോൾ അവർ കാണുന്നത് ചിരി മാത്രം. പക്ഷേ നീറുന്ന വിഷയമായ ആലയത്തിനകത്തേക്ക് വന്ന ദൈവജനമേ, നിന്റെ ഹൃദയത്തിലെ സങ്കടം അറിയുന്ന, നിന്റെ കഷ്ടത കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു മഹാദൈവം, ജീവനുള്ള ദൈവം, അത് ഇസ്രായേലിന്റെ ദൈവമാണ്. സ്തോത്രം. അതാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ പ്രത്യാശ. ഈ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ഈ കർത്താവിനെ ആരാധിപ്പാൻ, ഈ മഹത്വമായ ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ലഭിച്ച, ഈ 2025 നമുക്ക് ലഭിച്ച ഭാഗ്യം തന്നെ വലിയ ഭാഗ്യമാണ്. രക്ഷിക്കപ്പെട്ട എന്നാണോ അന്നു മുതൽ ഈ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുവാൻ ഇതുവരെ നമുക്ക് വലിയൊരു യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കണ്ടോ, ഇവിടെ 38 വർഷക്കാലമായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ ഇതാ യേശു കാണുകയാണ്. ഈ വിശുദ്ധ ദിവസത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, യേശു നമ്മളെ കണ്ടു കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാനിടയാകും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് പരിഹാരം വരുവാനിടയാകും. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു നമ്മളെ കണ്ടിരിക്കുകയാണ്, യേശു നമ്മളെ കണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വെറുതെ പോകേണ്ട ആവശ്യമില്ല. വിടുതലോടെ, അനുഗ്രഹത്തോടെ, മഹത്വത്തോടെ നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. അതുവരെയും പല മനുഷ്യരും കണ്ടെങ്കിലും ഒരു വിടുതലും പ്രാപിച്ചില്ല. എന്നാൽ യേശു കണ്ടാൽ നിന്റെ കണ്ണു തുറക്കാൻ പോകുകയാണ്, നിന്റെ മുടന്തു മാറാൻ പോകുകയാണ്, നിന്റെ കുഷ്ഠരോഗം മാറാൻ പോകുകയാണ്, നിന്റെ നാനാ രോഗങ്ങളും മാറാൻ പോകുകയാണ്. യേശു എന്നെയും നിങ്ങളെയും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. നിന്റെ എല്ലാ രോഗത്തെയും മാറ്റുവാൻ യേശുവിന്റെ ഒറ്റ നോക്കത്തിൽ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത മഹാദൈവം ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് വന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശു നോക്കിയാൽ എല്ലാ രോഗങ്ങളും മാറും, എല്ലാ നിരാശകളും മാറും, എല്ലാ പ്രതികൂലങ്ങളും മാറുവാനിടയാകും. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ യേശു നമ്മളെ നോക്കിയിരിക്കുക. അതുകൊണ്ട് ഇനി നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇനി നമുക്ക് തമ്പുരാൻ ഇസ്രായേൽ പറഞ്ഞതുപോലെ വലിപ്പവും വിശാലവുമായ വഴി തുറക്കുന്ന കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മളെ കണ്ടു കഴിഞ്ഞു. സ്തോത്രം ചെയ്യണം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പലരുടെ ഇരുത്ത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു യേശു നമ്മളെ കണ്ടിട്ടില്ല എന്ന്. യേശു നമ്മളെ കണ്ടെന്നേ, യേശു നമ്മളെ കണ്ടെന്നേ. യേശു നമ്മളെ കണ്ടതുകൊണ്ട് ഇനി നീ തെല്ലുമേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം പരിശുദ്ധനായ ദൈവം പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഹല്ലേലൂയ ഭർത്താവിനെ ചൊല്ലിയോ, ഭാര്യയെ ചൊല്ലിയോ, മക്കളെ ചൊല്ലിയോ, ഭാവി ജീവിതത്തെ കുറിച്ച്, സാമ്പത്തികത്തെ കുറിച്ചോ ഒന്നും നീ ഭാരപ്പെടേണ്ട. സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കുവാനിടയാകും.
സ്തോത്രം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥിച്ചാൽ മതി, ഉപവസിച്ചാൽ മതി. ഇനി ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഐശ്വര്യമായി നമ്മൾ അനുഗ്രഹിക്കും. ഇത് വെറുതെ ഇവിടെ നിന്ന് സങ്കീർത്തനത്തിൽ പ്രബോധിപ്പിക്കാൻ അലങ്കാര ഭാഷ പറയുന്നതല്ല, ഞാൻ ആത്മാവിൽ പ്രവചിച്ചിട്ടാണ് പറഞ്ഞത്. സ്തോത്രം. ഓരോ ദിവസവും സങ്കീർത്തനം വരുമ്പോൾ എന്തെങ്കിലും രണ്ട് കാര്യം പറഞ്ഞ് കൈയടിച്ച് ആരാധിച്ച് പോകാൻ മാത്രം പറയുന്നതല്ല. പിന്നെയോ ഞാൻ ആത്മാവിൽ പറയുന്നു, യേശു നമ്മളെ കണ്ടതുകൊണ്ട്, ഈ സോമനെ കണ്ടതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല, നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല, വഴി തുറക്കാതിരിക്കത്തില്ല. സ്തോത്രം. 38 12 വർഷമല്ല, എത്ര വർഷക്കാലം കഴിഞ്ഞാലും തമ്പുരാൻ നമ്മളെ അനുഗ്രഹിപ്പാനിടയാകും. കർത്താവ് നമ്മളെ കാണുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ യേശു നമ്മളെ കണ്ടു. ഈ ദിവസങ്ങൾ രക്ഷിക്കപ്പെട്ടവരാലും ഉണ്ടെങ്കിൽ, ഈ മാസങ്ങളിലോ വർഷങ്ങളിലോ യേശു നിങ്ങളെ കണ്ടു. ഇനി നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ വലിപ്പവും വിശാലവുമായ ആത്മീക അനുഗ്രഹത്തിലേക്ക്, ആ ഭൗതിക അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തമ്പുരാനെ, ഇന്ന് പകൽക്കാലം തൻ്റെ ജനത്തെ ദൈവം കണ്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ വേദനകൾ അറിഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളുടെ സങ്കടങ്ങൾ അറിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തുന്നതിനായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാലും തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. വളരെ വേദനയോടെ ഭാരങ്ങളോടെ ആയിരിക്കുന്ന ജനമുണ്ട്, അവരെ ദൈവാശ്വാസത്തോടെ അയക്കേണ്ടതിനായി സ്തോത്രം. സകലവിധ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളാലും തൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന, മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന, ആരാധന ആരാധന യാഹെന്ന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന, യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന, ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന, ആരാധന ആരാധന
ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. സഭ ചേർന്ന് ആരാധന ആരാധന യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാവെന്ന ദൈവത്തിന് ഓ ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാവെന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന. കർത്താവ് സഹായിക്കട്ടെ. യോശുവയുടെ പുസ്തകത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. നമുക്ക് 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒരാൾ വായിക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിച്ച് സഹായിച്ചിട്ട്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. മതി. അടുത്ത വാക്യം എന്നെ വായിക്കാം. ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്ത പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനമായി ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കേൾവിക്കാരായ നിൻ്റെ കുഞ്ഞുങ്ങളെയും സഹായിക്കണം. ഈ വചനം നിമിത്തം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഇത് ഏറ്റെടുത്ത് മടങ്ങാൻ ദൈവം കൃപ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നല്ല പിതാവേ, ഞാനുമത് വിശ്വസിക്കുന്നു. യോശുവയുടെ പുസ്തകം ഒരു വളരെ തിരുവഴുത്തിൻ്റെ നമ്മുടെ ഈ വഴി പോകുമ്പോൾ ഡിവൈഡിങ് പോലെ ഒരു പ്രത്യേക നിലവാരത്തിൽ ദൈവം തിരിച്ച് ദൈവജനത്തിന് കൊടുക്കുന്ന ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെയും അവർക്ക് കൊടുക്കുന്ന പ്രചോദനത്തിൻ്റെയും തിരതള്ളലാണ് യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം സംഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭാഷയിൽ സംഭവങ്ങളുടെ വലിയ പരമ്പരകളുടെ ഒരു പുസ്തകമാണ്, ചരിത്ര പുസ്തകമാണ്. യോശുവയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലുള്ള രാജാക്കന്മാരായ കിങ്കരന്മാരെ ഭീതിപ്പെടുത്തുന്ന പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. യോശുവയുടെ പുസ്തകം ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തിൻ്റെ ഉറപ്പിൻ്റെ പുസ്തകമാണ്. ഒരാമേൻ പറയുന്നതിനകത്ത് ആരുമില്ലല്ലോ. യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത് ശത്രുവിനെ സംഹരിക്കുന്ന പുസ്തകമാണ്. ഒരാമേൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ ചേട്ടനന്യന്മാരുടെ ബന്ധം ഭയങ്കരമാണ്, സഹോദര ബന്ധം. ഇതുപോലാണ് യോശുവയും കാലേബും ഈ യോശുവയുടെ പുസ്തകത്തിനകത്ത് ശക്തമായി നിൽക്കുന്നത്. ഇവരെ രണ്ടുപേരെ എടുത്ത് പറയേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയുടെ 1-ാം വാക്യം മുതൽ താഴോട്ട് ചില ഉറപ്പുകളും ഉടമ്പടികളും കൊടുക്കുന്നുണ്ട്. വായിക്കണം മോളെ. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വിട്ടാട്ടെ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം. ദാണ്ടേ ഈ വായിക്കുന്നത് അമ്മച്ചിമാർ എന്നെ ശ്രദ്ധിക്കുക. യഹോവയുടെ ദാസനായ, ശ്രദ്ധിക്കണം,
ദൈവം തന്നെ പറയുന്നു, അവൻ എൻ്റെ ആരാണ്? ദാസനാണ്. ദാസൻ എന്ന് പറയുന്നതിൽ ഏറെ ഭാഗ്യം ചെയ്തിരിക്കണം. എല്ലാവരെയും ഒന്നും ദാസന്മാരായി നിർത്തത്തില്ല. നമ്മുടെ വീടുകളിലോ സഭകളിലോ വന്ന് സഹകരിച്ച് മുൻപോട്ട് പോകുന്നവരെ സ്നേഹിച്ച് നമ്മൾ കൊണ്ടുപോകും. പക്ഷേ ഓവർ സ്നേഹം കാണിച്ച് അടുത്തുകൂടി കഴിയുമ്പോൾ നമ്മളവരെ ഒന്ന് വീക്ഷിക്കും. ഇവരെന്തിനാ വന്നേ? ഇവരെന്തിനാ ഇങ്ങനെ ഞങ്ങളെ സഹായിക്കുന്നേ? എന്ത് കാരണമാണെന്നൊക്കെ ചിന്തിക്കും. പുനലൂർ ഞാനൊരു പ്രസംഗത്തിനായി അവിടെ ഒരു 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെന്നു. അവിടെ ഒരു അച്ചാനെ, നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, എല്ലാവരെയും സഹായിക്കുക. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, ഇദ്ദേഹം ഇത്രയങ്ങ് സഹായം ചെയ്യുന്നതിൻ്റെ കാരണമെന്താ? അന്വേഷിച്ചപ്പോൾ ഉച്ചയ്ക്ക് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, അദ്ദേഹം വയനാട് ഭാഗത്തുള്ളൊരു മനുഷ്യനാണ്, മാനന്തവാടിക്കപ്പുറം. അദ്ദേഹത്തിന് മരിക്കണമെന്ന് തോന്നി. വീട്ടിൽ കടം കയറി, ജീവിതമെല്ലാം തകർന്നു. ഉണ്ടായിരുന്ന കന്നുകാലികളെ ആടുമാടുകളെ മൊത്തം വിറ്റു. പിന്നെ ഭാര്യയും മക്കളും അടുത്ത് കാണരുതെൻ്റെ ജഡം, ദൂരെ എവിടെങ്കിലും പോയി മരിക്കണമെന്നുള്ള മോഹം കൊണ്ട് അദ്ദേഹം എന്തായാലും ഡ്രസ്സൊന്നും കരുതിയില്ല. മരിക്കാൻ പോകുന്നവർ ചിലർ ബാഗൊക്കെ ആയിട്ടേ പോകത്തുള്ളൂ. പക്ഷേ ആ മനുഷ്യനൊന്നും കരുതിയില്ല. അദ്ദേഹം ഒരു ട്രെയിനിൽ കയറി. ആ ട്രെയിന് തമിഴ്നാട്ടിൽ പോകുന്ന വണ്ടിയായിരുന്നു. അത് പുനലൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവിടെ ഇറങ്ങണമെന്ന്. ആ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം കിഴക്കോട്ട് നടന്നപ്പോൾ ഉപവാസ പ്രാർത്ഥന എന്നൊരു വലിയ ബോർഡ് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, ഈ പ്രാർത്ഥന സ്ഥലത്തേക്ക് അങ്ങ് പോയാലെന്താ? അപ്പം പുനലൂർ പാലത്തിൽ നിന്ന് ചാടാൻ വന്നതാ. ആ പ്രാർത്ഥന സ്ഥലം കഴിഞ്ഞ ഉടനെ തൊട്ടടുത്ത് പുല്ലൂർ 6 ആ റെയിൽവേ പാലം. പക്ഷേ ആ പാലത്തിന് തൊട്ടടുത്ത് തന്നെ ഉപവാസ പ്രാർത്ഥനയുടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ഈ ബോർഡ് കണ്ട മനുഷ്യൻ മരണത്തിലേക്ക് അങ്ങോട്ട് പോകാതെ ഉപവാസ പ്രാർത്ഥന സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പുറകെ മാറി മിണ്ടാതിരുന്നു. അന്ന് ദൈവദാസന്മാർ വന്ന് പ്രസംഗിച്ച പ്രസംഗം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. തൊട്ടപ്പുറത്ത് നദിയാ, അവിടെ മരിക്കാനായി ഇറങ്ങിയത്. പക്ഷേ അതിനിപ്പുറത്ത് വെച്ചൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചതുകൊണ്ട് മരണം അദ്ദേഹത്തെ വിട്ട് മാറിപ്പോയി. ആ മനുഷ്യൻ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്കിപ്പോൾ മരിക്കാനല്ല തോന്നുന്നത്, ജീവിച്ച് ദൈവത്തെ ഉയർത്താൻ തോന്നുന്നു. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ, മരിക്കാനിരുന്ന ജനത്തെ മരണത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് ദൈവം തട്ടിമാറ്റി കൊണ്ടുവന്ന യോശുവയുടെ പുസ്തകത്തിൽ ദൈവം തന്നെ സാക്ഷ്യം എഴുതിയിരിക്കുന്നു, എൻ്റെ ദാസനായ മോശയ്ക്ക് ശേഷം ഞാനൊരുവനെ കണ്ടു. ആ ഭാഗം താഴോട്ടൊന്ന് വായിച്ചേ മോളെ, പെട്ടെന്ന് വായിച്ചു വിട്ടെ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, പിന്നെ എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന്. ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ്, നീ പുറപ്പെടുമ്പോൾ നിന്നോടൊപ്പം ഈ ജനവും വരണം. ഒരാമേൻ മനസ്സോട് പറഞ്ഞു. ഒരനുഗ്രഹം വരുമ്പോൾ ആ അനുഗ്രഹത്തിൽ നിന്റെ കൂടെയുള്ള എല്ലാവരും കാണണമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയോട് പറഞ്ഞു, നീ പുറപ്പെടണം, നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞൊരു ദേശമുണ്ട്. ഈ വിശുദ്ധാരാധനയിൽ ആത്മാവ് എന്നെ ഈ വചനം കൊണ്ട് നിർത്തുന്നു. ഒരു ദേശം ദൈവം നമുക്ക് തരും. ഒരു ആമേൻ പറയും. വിശുദ്ധാരാധനയിൽ ഒരു ദേശം ദൈവം നമുക്ക് തരും. ഈ ജനം കാണുമാറ് നിന്റെ മുമ്പിൽ ഒഴുകുന്ന യോർദാൻ തടസ്സമാകാതെ അതിനെ വറ്റിച്ചു തരാനും എനിക്ക് കഴിയുമെന്ന് ദൈവം തെളിയിക്കുന്ന സമയം വിദൂരമല്ലെന്ന് ഈ വചനത്തിൽ ഉറക്കേണ്ടുന്ന സമയമായിരിക്കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദാണ്ടേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഈ നദിക്കപ്പുറം, യോർദാൻ്റെ അപ്പുറമാണ് വാഴ്ത്തത്ത ഭൂമി കിടക്കുന്നത്. നദിക്കപ്പുറം പോകാൻ ഇവർക്ക് പറ്റാതിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നദി ഒരു വിഷയമല്ല. മനസ്സോടെ രാമേൻ പറ, നദി പ്രശ്നമല്ലെന്ന് പറഞ്ഞാൽ ആ നദിക്കകത്ത് എന്തോ ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിന്റെ തടസ്സമായി നിൽക്കുന്ന നദി ദൈവത്തിന് വിഷയമല്ല. നിന്റെ മുമ്പിൽ ഒഴുകുന്ന പ്രശ്നം ഒരു പ്രശ്നമല്ല. നീ അഭിമുഖീകരിക്കുന്ന വിഷയം ഒരു വിഷയമല്ല. ദൈവം അതിനപ്പുറത്ത് നിനക്കുള്ള വാഴ്ത്തത്ത ഭൂമി കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ദൈവം വിശ്വസ്തൻ.
ഹദരിയാതന കർമ്മസരാദരി ജലദണ്ഡ കൊടികെട്ട അന്നാദര വേദകട്ടി മനകുടിയാലം തരുമുടം രഗദണ്ഡം പർവ്വതം വിഷാദരം നേരികെട്ട രജരാതൻ റാന്ധുനമന്തം റികൽകട്ട അതിവന്ദന ഭിതിയോല വേദകണ്ഠ രഥനാദിയാല. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ ഒഴുകുന്ന കലങ്ങിയ യോർദാൻ നിനക്ക് വിഷയമാകത്തില്ല. പ്രശ്നം വർഷങ്ങളായി രൂക്ഷമാണ്. പക്ഷേ പരിശുദ്ധാത്മ പറയുക, നീ ഭാരപ്പെടേണ്ട, ജനത്തെ കൂട്ടിക്കോ, ഞാൻ നിനക്ക് പറഞ്ഞിരിക്കുന്ന ദേശം തരും. പ്രൈസലോ. ഉറപ്പങ്ങ് തരുക. സ്വർഗം ഉറപ്പ് തന്നാൽ പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇതിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്കൊരു ഉറപ്പിൻ്റെ ഉടമ്പടി കൊടുക്കുന്നുണ്ട്. അതാ നമ്മൾ വായിച്ചു വെച്ചത്. ആ ഭാഗമൊക്കെ താഴോട്ട് വായിക്കേണ്ടതാ, സമീപത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ നിർത്തുക. ആ 8-ാം വാക്യം നമ്മൾ വായിച്ചാട്ടെ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് കേട്ടോ, ഞാൻ നിന്റെ മുമ്പിൽ ഈ നദിയൊക്കെ വറ്റിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു കാര്യമുണ്ട്. നദിയാണോ പ്രശ്നം വെച്ചാ? യോർദാനാണോ? സ്വർഗം പറയുക, ഇതൊക്കെ വറ്റണമെങ്കിൽ ഈ ന്യായപ്രമാണത്തിനകത്ത് വായിച്ചോ, നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഒരു കാര്യമുണ്ടച്ചാ, നിന്റെ വായിൽ നിന്ന് പ്രമാണം മാറരുത്. ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ ആരാധിച്ചിട്ട് ആരാധന കഴിഞ്ഞ് പ്രമാണമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. നിന്റെ വായി വമ്പ് പറയരുത്, നീ ദൂഷ്യം സംസാരിക്കരുത്, ഏഷണി പറയരുത്, നിന്റെ വായി വിട്ടുകൊടുക്കരുത്. പിശാചിന് അവകാശം പറയുന്നു, ഒന്നും നിന്റെ വായിൽ നിന്ന് വരരുത്. ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിക്കുന്നു, പ്രമാണം നിന്റെ നാവിലുണ്ട്. നിന്റെ നാവ് അത് തീയ. നിങ്ങൾക്ക് ചിന്ത ഞാൻ വിട്ടുതരാം. വീട്ടിനകത്ത് ഏറ്റവും സൂക്ഷിക്കുന്നത് വസ്ത്രമല്ല, സാമ്പത്തികമല്ല, ഏറ്റവും അതിഭദ്രമായി സൂക്ഷിക്കുന്ന പ്രമാണമാണ്. അല്ലേ? പ്രമാണം. നിങ്ങൾ ബൈബിള് നിങ്ങൾ വെളിയിലൊക്കെ ഇടും. ബൈബിള് ഞാൻ പറയും, നിങ്ങൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കും. നിങ്ങൾ കയറി ചെല്ലുന്ന മേശയിലും ടേബിളിലൊക്കെ ബൈബിൾ കാണും. ബൈബിളൊക്കെ ഭയങ്കര പ്രമാണമാണ്. നിങ്ങൾക്കും എനിക്കും ഭയങ്കര ഭയമാണ്. ബൈബിളൊക്കെ നമ്മൾ കയറുമ്പോഴേ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഷെൽഫിൽ വെച്ചിട്ട് നമ്മളെ കാര്യം നോക്കും. പക്ഷേ വീട്ടിൻ്റെ പ്രമാണം ഇച്ചിരി തിരയണം. അത് രഹസ്യ സ്ഥലത്തേ ഇരിക്കും. അത് അച്ചായം കാണാതൊക്കെ എടുത്ത് വെക്കുന്നവരുണ്ട്, അമ്മാമ്മ കാണാതെ വെക്കുന്നവരുണ്ട്, അച്ചാനും അമ്മാമ്മയെ അറിഞ്ഞുകൊണ്ട് വെക്കുന്ന പിള്ളേരെടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്, പിള്ളേർ കാണാതെ വെക്കുന്നവരുണ്ട്. പ്രമാണം ഇപ്പം നമ്മുടെ പ്രമാണമെല്ലാം സൂക്ഷിക്കുന്ന ബാങ്കിൽ, അത് വേറെ കാര്യം, അങ്ങോട്ട് പറയുന്നില്ല. അച്ഛാ, പ്രമാണം പുറത്ത് കൊണ്ടിടത്തില്ല. നമ്മുടെ ഈ വീട്ടിൻ്റെ പ്രമാണമാണ് ഞാൻ പറയുന്നത്. 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ നമുക്ക്, പക്ഷേ 7 ഉള്ളൂ, 3 ഉള്ളൂ, 5 സെൻറ്റേ ഉള്ളൂ, 50 സെൻറ്റേ ഉള്ളൂ. അച്ഛാ, പ്രമാണം സൂക്ഷിക്കും. പ്രമാണം നീ എത്രമാത്രം കയറി ചെയ്യുന്നു, സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ കടത്തിവിടണമെങ്കിൽ എൻ്റെ പ്രമാണം. ഒരാമേ മനസ്സോട് പറഞ്ഞോ, ഞാൻ നിന്നെ പരമേൽപ്പിക്കുന്ന ഒരു പ്രമാണമുണ്ട്. നിന്റെ തടസ്സമായി നിൽക്കുന്ന യോർദാന്റെ അധികാരത്തെ അറുത്ത് കളയാനുള്ള ഒരു പ്രമാണം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ബലവാന്മാരെ വെട്ടിക്കളയുന്ന പ്രമാണം, നിന്റെ നേരെ വരുന്നവനെ മുച്ചൂട മുടിക്കുന്ന ഒരു പ്രമാണം, അത് ഞാൻ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് നീങ്ങിപ്പോകാതെ സൂക്ഷിച്ചാൽ. അടുത്ത വാക്യമായിരുന്നു മോളെ. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ പ്രമാണമുള്ളവന്റെ അടുത്ത ജോലി പ്രമാണം വെച്ചുകൊണ്ടിരിക്കുകയല്ല, ഇത് ധ്യാനിക്കണം. സത്യത്തിൽ ഈ വചനം അങ്ങനെ കേട്ട നമ്മുടെ വീട്ടിലെ പ്രമാണം എത്ര പേരെടുത്ത് വായിച്ചിട്ടുണ്ട്? നിങ്ങളുടെ അപ്പനപ്പൂപ്പൻ്റെ കാലത്ത് എഴുതി തന്ന പ്രമാണം ഇന്ന് വരെ മടക്കി വെച്ചിട്ടുള്ളതല്ല, മൊത്തം ഇരുന്നൊന്ന് വായിച്ചിട്ടേ ഇല്ല. നിങ്ങൾ കൈവക്കണ്ട, ആരും കൈവക്കണ്ട. അതെന്തൊക്കെയാണ് സാറുമാർ എഴുതി വെച്ചത്? പിന്നെ വഴിക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴേ നമ്മൾ പറയുന്നത് എൻ്റെ കൈ പ്രമാണമുണ്ട്, എൻ്റെ കൈ പ്രമാണമുണ്ട്. പക്ഷേ വഴിക്ക് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വഴി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കൈ പ്രമാണമുണ്ട്, എൻ്റെ കൈ പ്രമാണമുണ്ട്, വഴി ഞാൻ തരത്തില്ല. പക്ഷേ വായിച്ചു നോക്കാം അമ്മ, എന്നേ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ വായിച്ചിട്ടേ. ഇനി നിങ്ങൾക്ക് തെളിച്ചൊക്കെ വരുമ്പോഴത്തേനും സമയം അങ്ങാവും, ഇവർ ബഹളം ഉണ്ടാക്കും. എല്ലാം തെളിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ തെളിക്കാം. പക്ഷേ ഈ സഭായോഗത്തിന് ഒരു ദൂത് പറഞ്ഞങ്ങിരിക്കാം. പ്രമാണം കയ്യിലുണ്ടച്ചാ, പക്ഷേ ശത്രു അരിഞ്ഞു തള്ളുമെന്ന് ദൈവത്തിനറിയാം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പ്രമാണത്തിൽ നിന്ന് മാറാതിരുന്നാൽ ഒരാമേൻ പറയാമെന്ന് മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവാണ് നടത്തുന്നതെങ്കിൽ
ഇടത്തോട്ട് പോകുമ്പോൾ ദൈവം പറയും നോ 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 പോകരുത്. വലത്തോട്ട് പോകുമ്പോൾ നോ പോകരുത്. ആമേൻ. നേരെ പോകുന്നവന്റെ കൂടെ ദൈവം പറയും യെസ്. ഒരാമേൻ പറ. ഇടത്ത് തിരിയാൻ അനുവദിക്കാതെ, വലത്ത് തിരിയാൻ അനുവദിക്കാതെ ദൈവത്തിന് നേരെ പോകുന്നവളെ പ്രമാണത്തിലൂടെ നടത്താൻ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ഈ വിശുദ്ധാരാധന ദൂത് കൈമാറുകയാ. പ്രമാണത്തിൽ നിന്ന്, വായിൽ നിന്ന് മാറിപ്പോകാതിരുന്നാൽ, സ്തോത്രം, ന്യായപ്രമാണത്തിൽ നിന്ന് നീ മാറാതെ നിന്നാൽ ബ്ലസ്സിംഗ് ഒക്കെ വലുതാ. നീ ചോദിച്ചില്ലേ കർത്താവേ എനിക്കൊരു അനുഗ്രഹം എന്നാണെന്ന്? ഞാൻ പറയുന്നു താമസമില്ല, നിന്റെ മറുപടി നിന്റെ കരങ്ങളിൽ വരും. താമസമില്ല, മറുപടി നിന്റെ കൈവെള്ളയിൽ വരുമെന്നേ. ഒരു ഗ്ലോറി പറ, ഒരു മനസ്സോടൊരു സ്തോത്രം പറ. താമസമില്ല, നിന്റെ വാഴ്ത്തത്വം നിന്റെ കണ്ണാൽ നീ കാണും. നീ വാഴ്ത്തത്വത്തെ ചവിട്ടി മെതിച്ച് നടക്കും. നീ അനുഗ്രഹത്തിൽ സഞ്ചരിക്കും. നീ അനുഗ്രഹത്തിൽ ജീവിക്കും. അനുഗ്രഹത്തിൽ നീ സ്വസ്ഥമായി വിശ്രമിക്കും. പരിശുദ്ധാത്മാവ് നടത്തി കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ അനുവദിക്കത്തില്ല. അപ്പോഴേ നോ പറയും. വലത്തോട്ട് തിരിയാൻ സമ്മതിക്കത്തില്ല, നോ പറയും. നീ ഡയറക്റ്റ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ടീഷൻ ഭയങ്കരമാണ് യോശുവയുടെ ദൈവം വെച്ചത്. പ്രമാണത്തിൽ നിന്ന് മാറല്ലേ. എൻ്റെ ചിന്ത പറഞ്ഞാലേ കൊച്ചുമോനോട് പറയുന്ന പോലെ സ്വർഗം പറയുന്ന യോശുവയോട്, മാറരുത് പ്രമാണത്തിൽ നിന്ന്. മാറാതിരുന്നാൽ വൈരുമുളെ, മാറാതിരുന്നാൽ എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ആണ്ടേ കൂടുതലൊന്നും ഇനി ഇതിനകത്ത് ഒന്നും തുള്ളാനും ചാടാനും ഇല്ല. അധികമൊന്നും ബഹളം നമ്മൾ ഇനി വെക്കത്തില്ല. പ്രമാണത്തിനകത്ത് നിന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നന്ദിയോടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്നലെ വരെ നിനക്കെതിരായി രേഖകൾ ചമച്ചവർ നോക്കി നിൽക്കുമ്പോൾ യാതൊന്നിനും പോകാതെ മുട്ടുമടക്കി കരഞ്ഞ മാതാവേ, മുട്ടുമടക്കി പ്രാർത്ഥിച്ച സഹോദര പിതാവേ, നിന്റെ പ്രവൃത്തി സാധ്യമാകാൻ സമയമായെന്ന് ഈ വചനം ഉറപ്പു നൽകുകയാണ്. ആരാധന ശാന്തരാധിയാല അധരവദന അൽഖരബന്ധന ഭീഷാരകസി. ആ കരങ്ങൾ അടിച്ച് എന്തിനാ നാണിക്കുന്ന? നല്ലപോലെ കരമടിക്ക്, കരം വീശിയടിക്ക്. ആര് നോക്കുന്നവരവിടെ ഇരിക്കട്ടെ. നീ കരമടിച്ച് ആരാധിച്ച് അന്യഭാഷയെ കുടഞ്ഞെഴുതേക്ക്. നീ പറഞ്ഞില്ലേ സാധിക്കത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ നീ ചില യോർദാൻ കടന്നും അപ്പുറം കടക്കും. ചില ദൈവപ്രവൃത്തി നീ കാണും. വൈശാന്തരിയാൽ അർത്ഥം കൂടി അതരക്ഷസി. ലജ്ജ കൂടാതെ അന്യഭാഷ പറ. നിന്റെ നാവ് അങ്ങോട്ട് വിട്ടുകൊടുക്ക്. അന്യഭാഷയെ പടവരുത്, പുറകിൽ അറ്റവരുത്. അമ്മച്ചിമാരെ കൊണ്ട് ആരാധിച്ചാട്ടെ. ആരെ നോക്കണ്ട, നിങ്ങൾ ആരാധിക്കുക. നിന്റെ തലമുറ ഉയർന്ന് ഉണ്മയുള്ള നേരെയുള്ള പാതയിൽ നിന്റെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഫ്ലൈറ്റുകളിൽ കടക്കുന്ന കണ്ടുകൊണ്ട് ആരാധിക്കുക. രാജ്യങ്ങളുടെ കനികൾ അനുഭവിക്കുന്ന കണ്ടുകൊണ്ട് ആരാധിക്കുക. നിന്റെ നല്ല ഭവനം പണിതിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ആരാധിക്കുക. വിശ്വാസത്തോടെ നിന്റെ തലമുറകൾ നല്ല വാഹനത്തിൽ വരുന്നത് കണ്ടുകൊണ്ട് ആരാധിക്കുക. നല്ല ഭാവി ലഭിക്കുന്ന കണ്ടുകൊണ്ട് ആരാധിക്കുക. നല്ല ജോലി ലഭിക്കുന്ന കണ്ടുകൊണ്ട് ആരാധിക്കുക. നിന്റെ കുഞ്ഞ് ആത്മീകരായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആരാധിക്കുക. വിശ്വാസ കണ്ണാൽ ആരാധന ഹതിവിലി ഹതരക്ഷസി അലബന്ധുനി മൗഢ്യാന്തര രകൽ കടകസിയാല. നിന്നെ പറിച്ചു കളയാൻ ഒരു പിശാചിനും പറ്റത്തില്ല. കാരണം നിന്റെ ഉള്ളിൽ പ്രമാണം കിടക്കുക. മനസ്സിലായോ? ലോകത്ത് അനേകര് തോന്നിയ വഴിയിലാണ് ജീവിക്കുന്നത്. മൊബൈലെടുത്ത് തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ തലമുറ നീ വഴിതെറ്റിപ്പോകാതെ, നിന്റെ കുടുംബം അനാവൃതമാകാതെ, നിന്റെ കുഞ്ഞുങ്ങൾ അപ്പത്തിന് വല്ലയിടത്തും പോയി പാത്രമായിട്ട് ഇരക്കാൻ നിൽക്കാതെ, നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥത തന്ന ദൈവമുണ്ടല്ലോ, അത് മതി നിനക്ക് ആരാധിക്കാൻ. ഈ ഒരായസങ്ങ് കൊടുക്ക് ദൈവത്തിന് വേണ്ടി അങ്ങ് കൊടുക്കച്ച. ദൈവം നമ്മുടെ ഭവനത്തെ അനുഗ്രഹിപ്പാൻ ഉടമനരകതന ഘടകസിയാൽ ദൈവം പറഞ്ഞു പ്രമാണം വിട്ടുമാറരുത്. ഉറപ്പ് തരുന്നത് എന്തിനാണെന്നറിയാമോ? മാറാൻ ചാൻസസ് ഉണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും തിരിയല്ലെന്നാണ് പറഞ്ഞത്. അക്കരെ കിടക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? ആവശ്യമാണ്. കാരണം ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞൊരു ദൈവിക ശബ്ദം കിടപ്പുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, പാലും തേനും ഒഴുകുന്ന ദേശത്ത്. അവിടെ കാലേവും യോശുവൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ ഒറ്റുകാരെ വിട്ടു.
അവർ പോയി ദേശം ഒറ്റ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നത് പോലൊന്നും അല്ല ദേശം, അല്ലേ? അറബി നാട്ടിൽ പോയവർക്കറിയാം, വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ കൂടുതലും മരുഭൂമി പന ഇങ്ങനെ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് നട്ടിട്ടുണ്ട്. നമ്മൾ തെങ്ങ് നടുന്ന പോലെ പ്ലാന്റ് ചെയ്യുന്ന പോലെ അവർ പന പ്ലാന്റ് ചെയ്യും, സ്ഥലം വാങ്ങിയിട്ട് അറബികൾ. ലോകരാജ്യങ്ങളിലേക്കെല്ലാം കയറ്റുമതി ചെയ്യുന്ന കജൂർ കൊണ്ടുപോകുന്നു. അത് 3-4 തരമുണ്ട്. നമ്മൾ ഈ ചെന്തെങ്ങ് സാധാ തെങ്ങ് പോലെ അതിനകത്തും വ്യത്യാസമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ വന്ന് വലിച്ചിളക്കിയാലും ഇളകത്തില്ല, എല്ലാം ഒട്ടിപ്പിടിച്ചൊരുമാതിരി. നമ്മൾ ഇല്ല പുളിയൊക്കെ ഇട്ട് അമ്മമാർ ചരുവത്തിനകത്ത് വെച്ചേക്കുന്ന പോലെ കെട്ടി വെച്ചേക്കുന്ന പോലെ ഒക്കെ ഇത് കൊണ്ടുവരുന്നത്. എന്നാലും ഞാൻ എത്തിച്ചല്ലോ, അല്ലേ? പക്ഷേ അവിടുത്തെന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ഒട്ടത്തൊന്നുമില്ല. എടുത്തെറിഞ്ഞാൽ ഒരാൾ വീണ അവിടെ കിടക്കും, അല്ലേ? അവിടെ കൊച്ചുവിനെയൊക്കെ ഗൾഫിലായിരുന്നല്ലോ, അവർക്കൊക്കെ അറിയാം. നല്ല കജൂറുണ്ട്, നല്ലത്, വിലപിടിപ്പുള്ളത്, കോസ്റ്റ്ലിയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ ഒരാൾ 3000 മൂടാ വെച്ചേക്കുന്നത്. തമിഴ്നാട് മൊത്തം ഇപ്പം ചൂട് കാരണം അവർ പന നട്ടിപ്പോൾ ഭയങ്കര ഫലം അവൻ കൊയ്യുക. ഗൾഫ് പോലെ ആയി തമിഴ്നാട്. ശ്രദ്ധിക്കണം. അവിടെ ചെന്ന് കാലേബൊക്കെ ചെന്ന് കണ്ടപ്പോൾ ഒറ്റുനോക്കാർ ചെന്നപ്പോൾ കണ്ടു ഒരു വലിയ കമ്പ് കുറുക്കെ വെച്ചിട്ട് ആ കമ്പിനകത്ത് ഒരു കൊല പനംകൊല 2 പേരാ തോളിലെടുക്കുന്നത്. ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ അവർക്ക്, അത്ര വലിപ്പമുള്ള ഫലപുഷ്ടിയുള്ളത് കണ്ടിട്ട് അവർ വന്ന് യോശുവോട് പറഞ്ഞു, ദാണ്ടേ യജമാനെ ഞങ്ങൾ പോയി കണ്ടു കേട്ടോ, നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല ദൈവം തരാമെന്ന് പറഞ്ഞത് ചെറുതൊന്നും, ഒരു നന്ദി പറ ഇനിയെങ്കിലും. നിങ്ങൾ എന്നെ പിണങ്ങി എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ നിങ്ങൾക്കും കൂടെ വേണ്ടി പടവെട്ടുവല്ല അവനോട്. അവിടെ ചെന്ന് കണ്ടവർ വന്ന് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, 2 പേരുടെ തോളിലൊന്നും അത് കൊള്ളത്തില്ല ചാ. ഇത്രമാത്രം അനുഗ്രഹമാണ് നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദൈവം പറഞ്ഞത് തരാമെന്ന് പറഞ്ഞവൻ മാറിയിട്ടില്ല. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, പറഞ്ഞവൻ വരും, അത് സാധ്യമാക്കാൻ സമയമായി വരികയാണ്. ഹല്ലേലൂയ. ദേശത്തെ നന്മ കണ്ടിട്ട് അവർ പറഞ്ഞു, എൻ്റെ പൊന്നോ, ഇത്ര അനുഗ്രഹമായിരുന്നു നമുക്ക് തരാൻ. അപ്പോഴത്തേന് ഇവിടെ യോശുവ, ആമേൻ, ഇവിടെ ഉള്ളവരെ സൂക്ഷിച്ചു നോക്കി, വാള് പണിയുന്നവരെയൊക്കെ നോക്കി. ചിന്ത അർത്ഥം വേറെയാ. വാള് പണിയുന്നവരെ സൂക്ഷിച്ചു നോക്കി, രാവിക്കോളാൻ പറഞ്ഞു. ഞാൻ തെളിച്ച് പറയുന്നില്ല, നിങ്ങളങ്ങ് ഊഹിച്ചെടുത്തോണം. വാള് പണിയുന്നവരെ യോശുവ സൂക്ഷിച്ച് നോക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് വെട്ടി കയറണം. തേച്ചോ ഒരാമയും പറ. രാവിക്കോളാൻ കൊല്ലന്മാരോടെല്ലാം കണ്ണു കാണിച്ചു. രാവിക്കോ, നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ ദേശം വെട്ടിപ്പിടിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ നന്മ ഇനി ആരെയും തിന്നാൻ അനുവദിക്കത്തില്ല. നമ്മുടെ തലമുറയായിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് കയറണം. നമ്മുടെ വാഴ്ചത്വം നമുക്ക് പിടിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വന്നേ പറ്റത്തുള്ളൂ. സഭയിൽ വന്നേ പറ്റത്തുള്ളൂ. ആരാധിക്കാൻ തുടങ്ങിക്കോ, ദൈവം ചിലത് ചെയ്യും. തിരുമുടി അതരകഥനാദി തടയുന്ന പൈശാചിക ബന്ധനങ്ങളെ ദൈവം വെട്ടിക്കളയും. നിന്റെ വാഴ്ത്തത്വം വെട്ടിപ്പിടിക്കാൻ വാള് രാവിക്കൊണ്ടിരിക്കുക. ആയുധം മൂർച്ച കൂട്ട്. ശത്രുവിന് നേരെ തൊടുത്തുവിടേണ്ട ആയുധങ്ങൾ യോശുവയും കാലേബും കൂടെ പറഞ്ഞു, ഒരുക്കിക്കോ, പുറപ്പെടാൻ സമയമായി. എപ്പോഴാണ് ശബ്ദം വരുന്നത്, ആ സമയത്ത് ഇവിടുന്ന് പുറപ്പാടുണ്ട്. എപ്പോഴാണ് ദൈവാത്മാവ് പറയുന്നത്, അപ്പോഴിവിടുന്ന് പുറപ്പാടുണ്ട്. എതിരെ വരുന്ന ശത്രുവിനെ ദൈവാത്മാവ് ഛേദിക്കാൻ ആയുധങ്ങൾ മൂർച്ച കൂട്ടി യോശുവ. പ്രൈസ് ദി ലോർഡ്. ഇനി വിട്ടുകൊടുക്കത്തില്ല. ഒറ്റുനോക്കുകാർ വന്ന് പറഞ്ഞ, അച്ഛാ വലിയ ഫനംകൊലയാ, പാലും തേനും ഒഴുകുന്ന ദേശമാ, ഫലപുഷ്ടിയുള്ള ദേശം ഇതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കണ്ണിൽ കണ്ട കാഴ്ച വലുതാ, അത് നമുക്ക് വെട്ടിപ്പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യോശുവ പറഞ്ഞു ജനത്തോട്, ഒരുങ്ങിക്കോ, സമയമായി. യോർദാനെ തകർത്തു തരാൻ, യോർദാനെ വഴിയാക്കാൻ, യോർദാനെ റോഡാക്കാൻ, യോർദാനെ ഹൈവേ ആക്കാൻ നമ്മുടെ ദൈവം പുറപ്പെടും. മനസ്സുണ്ട് ഏറ്റെടുത്തു. നിന്റെ മുമ്പിലെ കലങ്ങിയ വിഷയം ഇനി കാണത്തില്ല. ഈ ആരാധന കഴിഞ്ഞ് നീ ചെല്ലുമ്പോൾ ഒരു റോഡ് പോലെ നിന്റെ മുമ്പേ ഉള്ള പ്രശ്നം വഴി തരാൻ പോകുകയാണ്. ആ കരമടിച്ച് അന്യഭാഷ പടവരുതിക്കോ. നിന്നോട് ആ സുഹൃത്തെ, നീ വെട്ടിപ്പിടിച്ചേ പറ്റൂ. നീ കാലേബായി മാറ്, നീ യോശുവയായി മാറ്, നീ യുദ്ധവീരനായി മാറ്. നിന്റെ കൂടെ സ്വർഗമുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഓർഡർ വന്നാൽ മതി. അവർ പറഞ്ഞു, ഞങ്ങൾ റെഡി. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾ റെഡിയാണ്.
ഞങ്ങൾ റെഡിയാണ്. അവർ പറഞ്ഞു ഞങ്ങൾ റെഡിയാ. യോശുവ എല്ലാവരെയും സൂക്ഷിച്ചൊന്ന് നോക്കി. അപ്പോൾ എപ്പോഴാണെന്നറിയത്തില്ല ദൈവശബ്ദം വരുന്നത്. നമുക്കൊരു പുറപ്പാടുണ്ട്. സ്വത്രം. ഇനി അങ്ങോട്ടുള്ള വേദഭാഗമൊക്കെ ഒരുപാട് ആലോചനകൾ കയറി വരും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താം. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ശബ്ദം കേട്ടവർ പുറപ്പെടാൻ സമയമായി. ദൈവം അവർക്ക് വഴിതെളിച്ചു. പിതാക്കന്മാരോട് പറഞ്ഞ നന്മ അനുഭവിക്കാതിരിക്കാൻ ശത്രു ശക്തമായി പ്രതികരിച്ചു. ഈ നന്മ അനുഭവിക്കാൻ സമയമാകുമ്പോൾ ശത്രു എന്തെങ്കിലും ഒരു പ്രതികൂലമായിട്ട് വരും. ആ സമയത്ത് മൗനമായിട്ടിരുന്നോണം, ദൈവത്തിൽ ആശ്രയിച്ചോണം. കാരണം നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യുദ്ധം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ആര് ചെയ്യണം? നമുക്ക് മുമ്പേ സ്വർഗം ചെയ്യണം. മൗനമായി നമ്മളിരുന്ന സ്വർഗം അങ്ങ് ചെയ്തോളും. കുഞ്ഞിനെയും കൊണ്ട് നേഴ്സറി സ്കൂളിൽ വിടാൻ പോയതാ ഒരപ്പൻ അല്ലെ ഒരമ്മ. പോയ വഴിക്ക് കുഞ്ഞിനെ കടിക്കാൻ ഒരു പട്ടി ചാടി വന്നു. പെട്ടെന്ന് കുഞ്ഞിനെ വെട്ടിച്ചങ്ങ് മാറ്റി. എന്നെ കടിക്കുക, കുഞ്ഞിനെ തൊട്ടു പോകരുത് അല്ലേ? ഏതമ്മമാരും അങ്ങനെ. പെറ്റമ്മമാർക്ക് വേദനയുണ്ട്, എൻ്റെ കുഞ്ഞിനെ കടിക്കരുത്. സ്തോത്രം. അല്ലേ? അപ്പം പറയും എന്നെ കടിക്ക്, എൻ്റെ കുഞ്ഞിനെ കടിക്കരുത്. കുഞ്ഞിനെ നേഴ്സറി വിട്ടിട്ട് അപ്പം തിരിച്ചു വരുമ്പോൾ 1-2 കല്ല് കൈ കരുതും. എന്തിനാണെന്നറിയാവോ? വിടത്തില്ല ഞാനവനെ. എൻ്റെ തലമുറ തൊടാൻ വന്നതിനെ നീ തിരിച്ച് വീട്ടിൽ കയറും മുമ്പേ അതിനെ എറിഞ്ഞ് മറിക്കും. നിന്നെ തൊടാൻ വന്നവരെ ദൈവം വിട്ടുകളയത്തില്ല. നിന്റെ നേരെ വരുന്നതിനെ ദൈവം പ്രതികരിക്കാതിരിക്കത്തില്ല. സ്വർഗം പ്രതികരിക്കുന്ന പകലാണിത്.